ഹായ് ഓൾ, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡേ മൈ ലൈഫായിട്ടാട്ടോ. ഇന്നത്തെ വിശേഷങ്ങളാണ്. സൺഡേ ആണ് കേട്ടോ, ഞായറാഴ്ചത്തെ വിശേഷങ്ങളാണ്. ഞായറാഴ്ച ആയാൽ എന്താ പറയുക, ഒരു മടിയാട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനൊക്കെ ഒരു മടിയുള്ള ദിവസമാണ്. അപ്പോൾ ബ്രെഡ് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ബ്രെഡ് ഓംലേറ്റ് ആക്കിയിട്ട് ഒരു സിമ്പിൾ കടിയാണ് ഇന്ന് രാവിലത്തേത്. അപ്പോൾ സിമ്പിളായിട്ടൊരു ബ്രെഡ് ഓംലേറ്റാണ് തയ്യാറാക്കുന്നത് കേട്ടോ. വേറെ ഒന്നുമല്ല, എനിക്ക് പൊതുവേ ഒരു മടിയുള്ള ദിവസമാണ്. ഉച്ചയ്ക്ക് ഞാൻ നല്ല സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കാറുണ്ട്, പക്ഷേ രാവിലെ സിമ്പിളായിട്ട് എന്തെങ്കിലുമാണ് അധികം ഞായറാഴ്ച ഞാൻ ഉണ്ടാക്കാറ് കേട്ടോ. ഇന്ന് ഉച്ചയ്ക്ക് സ്പെഷ്യലൊന്നുമില്ല, ഇന്ന് ഉച്ചയ്ക്ക് കല്യാണമുണ്ട്, അപ്പോൾ കല്യാണത്തിന് പോകണം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. രാവിലെ ഞങ്ങളെല്ലാവരും കൂടി ചായ കുടിക്കുകയാണ്. അപ്പോൾ ചായടി കഴിഞ്ഞിട്ട് ഇനി അടുത്ത വിശേഷം കേട്ടോ. പിന്നെ ചായടി കഴിഞ്ഞിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ നമുക്ക് ചാമ്പക്ക മരം കുഴിച്ചിട്ടിട്ട് കുറേ കാലമായി, ഒരു 5-6 വർഷമായാലും ആയിട്ടുണ്ടാവും. പക്ഷെ ഇതുവരെ കായ്ച്ചിട്ടില്ലേനു. പക്ഷേ ഇപ്പം നനച്ച് എന്തോ അറിയില്ല, കായ്ച്ചു. അപ്പോൾ കായ്ച്ചും ചെയ്തു, അത് പോത്തും ചെയ്തു കേട്ടോ. അപ്പോൾ അത് അറുത്തെടുത്തു. നല്ലൊരു സന്തോഷം കണ്ടപ്പോൾ കേട്ടോ. നമ്മൾ കുഴിച്ചിട്ടുങ്ങാട് നമുക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ നമുക്ക് ഒത്തിരി സന്തോഷമാണല്ലോ. പിന്നെ തലേ ദിവസം നല്ല കാറ്റുണ്ടായിരുന്നു, അപ്പോൾ നല്ല ചെമ്മൽ ചാടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മിറ്റടിച്ച് വരാൻ ഇറങ്ങിയപ്പോൾ ഋതുമോനും കൂടെ ഉണ്ട് കേട്ടോ. കുറച്ച് മുറ്റമുള്ളൂ, പക്ഷെ എന്നാലും നമ്മളത് വൃത്തിയാക്കി എടുക്കണ്ടേ. അപ്പോൾ അത് അടിച്ചൊരി ഒന്ന് ഒതുക്കി ഒന്ന് ചുട്ടെടുത്തു കേട്ടോ. കാരണം എല്ലാം ചെമ്മലുണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് ചുട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് മുറ്റമൊക്കെ ഒന്ന് ക്ലീനാക്കി ചെടികളൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തു. കാരണം ചെടികളൊന്നും തലേ ദിവസം മഴ പെയ്യും കരുതിയിട്ട് ഞാൻ നനച്ചിട്ടില്ലേനു. അപ്പോൾ ചെടികളൊക്കെ ഒന്ന് നനച്ചെടുത്തു. ഞാൻ ചെടികൾ നനക്കാൻ നിന്ന ഇസ്മോന് വരും കേട്ടോ. ഒന്ന് നല്ല ഇഷ്ടമാണ് ചെടി നനക്കാൻ. അപ്പോൾ കണ്ടിട്ടില്ല, കണ്ടാൽ വരും ചെടി നനക്കാൻ ഹെൽപ്പിങ്ങിന് കേട്ടോ. അപ്പോൾ ഓസ് വാങ്ങിയിട്ടുണ്ട്, ചെടി ഓന് നനക്കലേറ്റെടുത്തു കേട്ടോ. എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കൂടെ കൂടിക്കോളൂ. നമ്മുടെ കൊച്ചു വിശേഷങ്ങൾ ഡേ മൈ ലൈഫായിട്ട് ഇതുപോലെ ചെറിയ വീഡിയോ കേട്ടോ. വലിയ ലോങ് വീഡിയോ ഒന്നും ആവില്ല, എന്നാലും ഞങ്ങളെ വീട്ടിലെ വിശേഷങ്ങളായിട്ട് ഞാൻ വരും. പിന്നെ അതേപോലെ സിമ്പിൾ റെസിപ്പികളായിട്ടും വരും. അപ്പോൾ കാണാൻ ആഗ്രഹമുള്ളത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ചെടി നനക്കലൊക്കെ കഴിഞ്ഞിരിക്കുന്നതാ നമുക്ക് ഉണ്ടായൊരു പപ്പായ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് അപ്പം തന്നെ കട്ട് ചെയ്തങ്ങാണ്ട് കഴിച്ചു കേട്ടോ. നല്ല മധുരമുള്ള നല്ല ടേസ്റ്റുള്ള പപ്പായയാണ്. നമുക്കുണ്ടായത് കഴിക്കുമ്പോൾ വേറൊരു സന്തോഷമാണല്ലോ. പിന്നെ ഒരു 11 മണിയൊക്കെ ആയപ്പോൾ കുട്ടികൾക്ക് അവൽ മിൽക്ക് തയ്യാറാക്കി കൊടുത്തു. സിമ്പിളായിട്ട് ഒരു അവൽ മിൽക്ക് ഉണ്ടാക്കി. കാരണം ചൂടല്ലേ, കാരണം ഞാനധികം ഈ അവൽ മിൽക്കാണ് തയ്യാറാക്കൽ. കാരണം ചൂടായതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടമാണ്, കഴിക്കുകയും ചെയ്യും. പിന്നെ ഉച്ചയായപ്പോൾ കല്യാണത്തിന് പോകാൻ ഇറങ്ങി. അപ്പോൾ കല്യാണത്തിന് പോയി വരാം. കല്യാണത്തിന് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. കല്യാണം ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. നമ്മൾ അടുത്തുള്ള ഒരു വീട്ടിൽ തന്നെയാണ് കല്യാണം, പക്ഷേ ഓഡിറ്റോറിയത്തിലാണ്. അപ്പോൾ കുട്ടികൾ ഞങ്ങളെല്ലാവരും കൂടി കല്യാണത്തിന് പോയി. പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് കല്യാണമുണ്ട്, അപ്പോൾ ഒത്തിരി സന്തോഷം. കാരണം കുട്ടികളുമൊത്ത് കല്യാണത്തിനൊക്കെ പോയി വന്നപ്പോൾ ഒരു ഹാപ്പിനെസ്. പോവാറിഞ്ഞാൽ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പൊതുവെ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. പോവാൻ നേരത്തെ ഒരു ഫോട്ടോഷൂട്ടിന് കുറേ സമയമായിട്ടോ മാറ്റിക്കണം, ഇളച്ചിനെ കാത്തുക്കാണ്. അപ്പോൾ ഇവർ രണ്ടാളും മോറും വാടിയിട്ടുണ്ട് കേട്ടോ. കാരണം ഈ ചൂടും കുറേ സമയം മാറ്റി നിൽക്കണ ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ ഫോട്ടോ എടുക്കാൻ പറയുമ്പോഴൊന്നും മൂടില്ല. ചെറുതിൻ്റെ മുഖം നോക്കി നിങ്ങൾ ഭയങ്കര ദേഷ്യമായിട്ടുണ്ട്. പിന്നെ കല്യാണത്തിന് പോയി ചോറൊക്കെ വെച്ച് സ്റ്റേജിൽ കയറാൻ ഭയങ്കര ഇഷ്ടമായിട്ട് അവർക്ക്. ഇസ്മോനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഉമ്മച്ചി ഫോട്ടോ എടുക്കുക നല്ല ഇൻട്രസ്റ്റ് ആയിട്ടോ. കുട്ടികളൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. പിന്നെ പുതിയ ആപ്പിളൊന്നും നമ്മൾ ഫോട്ടോ എടുത്തിട്ടില്ല കേട്ടോ. അതെന്താ വെച്ചാൽ യൂട്യൂബിൽ ഫേസ് കാണിക്കാൻ ഭയങ്കര വിഷയമാണ്. അത് പലർക്കും പല രീതിയിലാണ്.
കാരണം നെഗറ്റീവ് അധികം വരും. കാരണം ഞങ്ങളവിടേക്ക് അങ്ങനെ കേട്ടോ. കല്യാണം കഴിഞ്ഞങ്ങാണ്ട് പെട്ടെന്ന് വീട്ടിലേക്ക് എത്തിയിട്ടോ. പെരും ചൂടാണ്. അപ്പോൾ എനിക്ക് പുറത്തൊന്നും അധികം നിൽക്കാനുള്ള ഇത് കിട്ടിയില്ല, ക്ഷമ കിട്ടിയില്ല. പെട്ടെന്ന് വീട്ടിലേക്ക് എത്തി ഫാനിൻ്റെ ചോട്ടിൽ കുറച്ച് നേരം കിടന്നു. പിന്നെ ഈവനിങ് ആയപ്പോൾ മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു. തലേ ദിവസം കാറ്റടിച്ചുകൊണ്ട് കുറച്ച് മാങ്ങ പൗത്തതും പച്ചയൊക്കെ മാങ്ങ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അച്ചാറിടാൻ വേണ്ടി അരിഞ്ഞു വെച്ചു. പിന്നെ ഈവനിങ് ആയപ്പോൾ പുറത്തൊക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെടികളൊക്കെ ഒന്ന് കണ്ടു, വാങ്ങണമെന്ന് കരുതി പോയതാണ്. പക്ഷേ നല്ല റേറ്റാണ്. അതുകൊണ്ട് തന്നെ ചെടികളൊക്കെ കണ്ടുങ്ങാണ്ട് പോന്നു കേട്ടോ. പിന്നെ ഈവനിങ് കുട്ടികളെയും കൊണ്ടൊക്കെ ഒന്ന് പുറത്ത് പോയി. അങ്ങനെ ഇന്നത്തെ ഈ കൊച്ചു ഡാമേ ലൈഫ് കഴിഞ്ഞ് പോകണം കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ഡാമേ ലൈഫ് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഒരു വീഡിയോ ഇട്ടാൽ ഒരു 100 പേര് മിനിമം കണ്ടാൽ ഒരു 10-20 പേര് കമൻറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ കമൻറ്റ് കാണുമ്പോൾ ഒത്തിരി സന്തോഷം കേട്ടോ. കാരണം നമ്മളെ വീഡിയോ ഒത്തിരി ഇഷ്ടമായിട്ടല്ലേ അതുപോലെയുള്ള നല്ല നല്ല കമൻറ്റ്സ് ഇടുന്നത്. അപ്പോൾ ഒത്തിരി ഇഷ്ടമാണ് നിങ്ങളെ കമൻറ്റ്സ് കാണുന്നത്. പിന്നെ അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമുണ്ടെന്നാണ് എനിക്ക് ആ കമൻറ്റ്സ് വായിക്കുമ്പോൾ മനസ്സിലാവുന്നത്. അങ്ങനെ ഞങ്ങൾ ഈവനിങ് പുറത്തൊക്കെ ഒന്ന് പോയി. പിന്നെ രാത്രി സ്പെഷ്യലായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. അതാ പഴം വാട്ടിയതും ചായ കഴിഞ്ഞു. കാരണം സിമ്പിളാണല്ലോ ഒന്ന്. ഉച്ചയ്ക്ക് നല്ല ബിരിയാണിയൊക്കെ കഴിച്ചതുകൊണ്ട് വൈകിട്ട് പിന്നെ ഇതൊക്കെയാണ് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയത്. പിന്നെ രാത്രി തന്നെ നൂഡിൽസ് ആണ് കേട്ടോ. ഫുഡ് ചോറൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഞാൻ. കുട്ടികൾക്ക് നൂഡിൽസ്, കുട്ടികൾക്കും എനിക്കൊക്കെ നൂഡിൽസ് തന്നെയായിരുന്നു. പിന്നെ ഞാൻ അച്ചാറുണ്ടാക്കാൻ എടുത്ത് വെച്ച മാങ്ങ രാത്രി അച്ചാറുണ്ടാക്കി, നല്ല കടുമാങ്ങ അച്ചാറുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് എന്ത് ഭക്ഷണം കഴിക്കുകയാണെങ്കിലും അതിൻ്റെ കൂടെ ഒരു അച്ചാർ നിർബന്ധമാണ്. അപ്പോൾ ഇതാ നല്ലൊരു അച്ചാറൊക്കെ ഉണ്ടാക്കി കഴിച്ചു കേട്ടോ. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനോട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചു ഡാമേ ലൈഫ് ഇവിടെ തീരുകയാണ്. ഒരുവിധം എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണ്. സൺഡേ അധികം ഇതുപോലെ തന്നെ കേട്ടോ. പിന്നെ അല്ലാത്ത ദിവസം ചേഞ്ചിങ് ഉണ്ടാവും. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണാം. അസ്സലാമു അലൈക്കും.